ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മധുര പലഹാരമാണ്. ഇത് പഴയ കാലത്ത് കണ്ണൂരുകാർ മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പലഹാരമാണ് വെണ്ടിയ. അതിനാവശ്യമുള്ള സാധനങ്ങൾ വളരെ കുറച്ച് ചേരുവകളേ വേണ്ടതുള്ളൂ. ഇതിന് തേങ്ങ, ഇത് ശരിക്കും വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പച്ച തേങ്ങയാണ്. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതെടുത്തതേ ഉള്ളൂ. അതിന് പിന്നെ വെല്ലം, പിന്നെ ചെറുപയർ പരിപ്പ് അത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. നമ്മൾ പ്രഥമനെല്ലാം വറുത്തെടുക്കും പോലെ അത്രയേ ഉള്ളൂ. ഈ 3 ചേരുവകളെ വേണ്ടു. ഇനി നമുക്ക് വേടിക്കലി ഏലക്ക, പശു നെയ്യെല്ലാം ചേർക്കാം വേണമെങ്കിൽ. ശരിക്ക് ഇതായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ 3 ഇൻഗ്രീഡിയൻസേ വേണ്ടതുള്ളൂ. ഓക്കെ, ഞാനെന്നാൽ തുടങ്ങട്ടെ. ഇപ്പോൾ അടുപ്പത്ത് വെല്ലം ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അധികം ലൂസാവരുത്, കുറച്ച് കട്ടിയുള്ള ഇതായിരിക്കണം, അധികം ലൂസായി പോകരുത്. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്, ഇത്തിരി വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ഉരുകി വരുമ്പോഴേക്കും നമുക്ക് ഈ തേങ്ങ ഒന്ന് ചെറുതായി വറുത്തെടുക്കാം. അധികം കരിയാനോ ഇതാവാനോ പാടില്ല, ഒന്ന് ചൂടാവണമെന്നേ ഉള്ളൂ തേങ്ങ. അധികം ആയിക്കഴിഞ്ഞാൽ വല്ലാതെ കടിക്കും, അത് പീര പോലെ. അപ്പം ചെറിയതായിട്ടൊന്ന് ചൂടായാൽ മതി. വെള്ളപ്പാനി തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ തേങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമുക്കൊന്ന് കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒട്ടുന്ന പാകം വരും. അപ്പോഴാണ് നമ്മൾ ഈ ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് ഏകദേശം ഇതിൻ്റെ ഒരു ഒട്ടേണ്ട പാകത്തിലായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചെറുപയർ പരിപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ചെറുപയർ പരിപ്പൊന്നും അധികം ആവശ്യമില്ല, കുറച്ച് മതിയേ, ഇട്ടാൽ മതി. അധികമാകുമ്പോൾ വല്ലാതെ കടിക്കും. കുറച്ച് ഏലക്കാപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. എന്തൊന്നും ആവശ്യമില്ല, എന്നാലും കുറച്ച് ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് പശുനെയ്യൊക്കെ ചേർക്കാം, പക്ഷേങ്കിൽ അതിൻ്റെ ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ചൂടോടെ തന്നെ ഉരുട്ടിയെടുക്കാം. ഞാൻ തീ ഓഫ് ചെയ്യും. ഏകദേശം ഇങ്ങനെ ആക്കി വെച്ച് ഇത് പിന്നെയാണത് നമുക്ക് നല്ല ഷേപ്പിൽ ഇച്ചിരി തണിയുമ്പോഴാണ് ഉരുട്ടാൻ പറ്റുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടി ഇവിടെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. ഇത് വളരെ ഹെൽത്തിയാണ്.